ഹലോ, ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയാലോ? ഇത് ICDS സൂപ്പർവൈസർ 2025 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. ഉത്തരം ലാഹോറാണ്. അപ്പോൾ ഈ ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. IQ എയർ റിപ്പോർട്ട്. വായു നിലവാരം ഉയർത്തുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സ്വിസ് കമ്പനിയായ IQ എയർ 2025 മാർച്ചിൽ പുറത്തുവിട്ട 2024 വായു നിലവാരം സംബന്ധിച്ച റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം, അതായത് 2025 പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2024 ഏറ്റവും മലിനമായ നഗരമാണ്. അത് ഉത്തരം ബർണിഹാട്ടാണ്. മേഘാലയ ആസാം അതിർത്തിയിലെ വ്യവസായ പട്ടണമായ ബർണിഹാട്ടാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തുള്ളത് നമ്മുടെ ഉത്തർപ്രദേശിലെ ലോനി എന്ന് പറയുന്നൊരു നഗരമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. 2024 പ്രകാരമാണ് ബർണിഹാട്ട്, ഇപ്പോൾ ഉത്തർപ്രദേശിലെ ലോനിയാണ്. അതുപോലെ 2024 ഇന്ത്യയുടെ സ്ഥാനം, അതായത് കൺട്രി വൈസ് നോക്കുകയാണെങ്കിൽ ഈ പൊല്യൂഷൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. പക്ഷേ 2026 നിലവിൽ 6ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. അതുപോലെ തന്നെ 1ാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാനാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ശ്രീഗുപ്തനാണ്, രണ്ടാമത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, മൂന്നാമത് സമുദ്രഗുപ്തൻ, നാലാമത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് നമുക്ക് നോക്കാം. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ ഭരണാധികാരി ശ്രീഗുപ്തനാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാരാജാതിരാജൻ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, കവിരാജൻ എന്ന ബഹുമതി സ്വീകരിച്ച ഗുപ്ത ഭരണാധികാരി, അത് സമുദ്രഗുപ്തനാണ്. കവിരാജൻ എന്ന ബഹുമതി സ്വീകരിച്ച ഗുപ്ത ഭരണാധികാരി സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ, രണ്ടാം നെപ്പോളിയൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് വിൻസെൻ്റ് സ്മിത്താണ്. സമുദ്രഗുപ്തൻ്റെ ദക്ഷിണേന്ത്യൻ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനം, അത് അലഹബാദ് ശാസനമാണ്. പ്രയാഗ് പ്രശസ്തി, അതായത് സമുദ്രഗുപ്തനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഒന്ന് കവിരാജൻ എന്ന ബഹുമതിയുണ്ട്, രണ്ട് സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ, രണ്ടാം നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് വിൻസെൻ്റ് സ്മിത്താണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനം അലഹബാദ് ശാസനമാണ്. ഇനി അതുപോലെ മറ്റൊരു ഫാക്റ്റാണ്, വിക്രമാദിത്യൻ, ശാകാരി എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഗുപ്ത ഭരണാധികാരി ആരായിരുന്നു? ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് കേട്ടോ. വിക്രമാദിത്യൻ, ശാകാരി നമുക്കറിയായിരിക്കും, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സ് അലങ്കരിച്ചിരുന്നത് നവരത്നങ്ങളാണ്. ആ പണ്ഡിത സദസ്സിനെ നവരത്നങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം, AD 5ാം നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാല സ്ഥാപിക്കപ്പെട്ട സമയത്തെ ഗുപ്ത ഭരണാധികാരി. നളന്ദ സർവകലാശാല സ്ഥാപിക്കപ്പെടുമ്പോഴുള്ള ഗുപ്ത ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ കുമാരഗുപ്തൻ ഒന്നാമനാണ് കേട്ടോ. കുമാരഗുപ്തൻ ഒന്നാമൻ. അതുപോലെ ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാന ശക്തനായ ഭരണാധികാരി, സ്കന്ദഗുപ്തനാണ്. ഓക്കെ, സ്കന്ദഗുപ്തൻ.